കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, അതിനൊപ്പം സമൂഹ മാധ്യമങ്ങളും പെടും. ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് PR വർക്ക് ചെയ്യാണ് എന്നുള്ളൊരു പേരുദോഷം ആദ്യമേ മുഖ്യമന്ത്രിക്കുണ്ട്. അതായത് വികസന നായകനാണ്, എല്ലാമാണ്. പക്ഷെ അതെന്തോ പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചേട്ടനെ പോലുള്ളവർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, എന്നെ പോലുള്ളവർക്കെന്നല്ല, കാര്യങ്ങൾ നിജസ്ഥിതി കണ്ടും മനസ്സിലാക്കി 9 കൊല്ലം കൊണ്ട് സഹിക്കുന്ന കേരള സമൂഹത്തിന് ഇത് മനസ്സിലാവുകയൊന്നുമില്ല. കാരണം ഇതിപ്പം നമ്മളായിട്ട് പറയുന്നതൊന്നുമല്ല. ചില മുഖ്യധാരാ മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ചെയ്യുന്ന പ്രവൃത്തി കണ്ടാൽ ഇവിടെ ഈ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് സർക്കാർ ഇവിടെ തേനും പാലും ഒഴുക്കി എന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ ഘടകകക്ഷിപ്പെട്ട ഒരു മുന്നണിയുടെ കൊല്ലം സമ്മേളനത്തിൽ പറഞ്ഞെന്നറിയോ, പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുള്ള പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഈ പാർട്ടി ഭരണത്തിൽ വരുന്നത് അവർ ഇഷ്ടപ്പെടില്ല എന്നാണ്. അത് ഈ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു ഘടകകക്ഷിയായിട്ടുള്ള ഒരു വലിയ ഘടകകക്ഷിയാണ് അത് സംസാരിച്ചത്. അവരെല്ലാം തുടരുമെന്ന് പറഞ്ഞ അവര് പറഞ്ഞല്ലോ, ഈ പറയുന്ന രീതിയിൽ വീണ്ടും തുടരുമെന്ന് പറയുന്ന ഒരു മൂഢസ്വർഗത്തിലാണെന്നാ പറഞ്ഞത്. CPM-ന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഇത് വീണ്ടും വരും എന്ന് പറയുന്നവർ ഏത് സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, ഏത് വിഡ്ഢി സ്വർഗത്തിലാണ് ജീവിക്കണം എന്നാണ് അവർ ചോദിച്ചത്. നമുക്ക് ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കാനുള്ളത്, ഇവർക്ക് ഒരു ഉളുപ്പില്ലേ ഇത് പറയാനായിട്ട്? ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു സർക്കാർ സംവിധാനം വീണ്ടും 5 കൊല്ലം കൂടെ ഭരിച്ചു കഴിഞ്ഞതിൻ്റെ ഫലമാണ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കെടുകാര്യസ്ഥതയുടെ ബാക്കി പത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പറയുന്ന പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് ഈ വോട്ടിനും നിലമ്പൂർ ഇലക്ഷന് മുമ്പാണ് ഇവർ കാശ് കൊടുക്കുന്നത്. അല്ലേ? എന്നിട്ട് എന്തായി? അത് കൊടുത്തു ജൂൺ 20 കൊടുത്തു. അതെ, അത് കൊടുത്തു, അത് പറ്റിച്ച്. അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ ഈ കണ്ടതൊന്നും ഒരു വിഷയമേ അല്ലേ. എത്ര ഈ ആശാവർക്കർമാരെ സമരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇടത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവർ തന്നെ പറഞ്ഞല്ലോ, ഈ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഏത് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയെന്ന്, ഏത് പ്രക്ഷോഭത്തിന് ഇദ്ദേഹം നേതൃത്വം നൽകി, ഇദ്ദേഹം ഏത് പ്രക്ഷോഭം വിജയിപ്പിച്ചെടുത്തു എന്ന്, ഇദ്ദേഹത്തിന് ഏത് സമരത്തെ കുറിച്ച് അറിയാവുന്നവർ ചോദിച്ചു. അല്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ഒന്ന്, ഈ ഒരു പക്ഷത്ത് ഇരിക്കുന്നവർ, ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ളവർ തന്നെ പറയുന്നു സ്വപ്നം കാണുകയാണ്, ഇനി വരുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത പോലെയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആശാ വർക്കേഴ്സ്, ലെഫ്റ്റ് സംഘടനകൾക്ക് കീഴിലുള്ള ആശാ വർക്കേഴ്സ് സമരത്തിന് ഇറങ്ങാഞ്ഞത്? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അതൊന്നുമല്ല, ആശാ വർക്കർമാർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇടതുപക്ഷ ചായവുള്ള ഇടതുപക്ഷത്തുള്ളവരുണ്ട്. ഇപ്പം ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു, അപ്പോഴും വീണ ജോർജിനെ പ്രശംസിച്ച ഇടതുപക്ഷ സഹയാത്രികരില്ലേ? ഏത് ഇടതുപക്ഷ ഈ യൂണിയൻകാരോ? സ്ത്രീകളടക്കം വന്നില്ലേ? അല്ല, അങ്ങനെ ഇടതുപക്ഷ സംഘടന വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂലിക്ക് വന്നതാകുമെന്ന്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്ക് ഇതിനെ അനുകൂലിക്കുന്നവരും ഇവിടെ ഉണ്ടല്ലോ. അനുകൂലിച്ച് പറയുന്ന എത്രയോ പേരുണ്ട്, എത്രയോ വിഷയങ്ങളിൽ. ഈ വിഷയത്തിൽ ഇപ്പൊ ആശുപത്രി കെട്ടിടം തകർന്നു വീണു, ശേഷം ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, ഇപ്പോഴത്തെ ഹാരിസ് ഡോക്ടറുടെ വിഷയം, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ ആശുപത്രി വിഷയത്തിൽ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അല്ലെ ആശുപത്രിയുടെ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ആൾക്കാർ പത്രസമ്മേളനം നടത്തി ഈ ഡോക്ടറെ കുറ്റം പറഞ്ഞ് സിസ്റ്റത്തിന്റെ കുറ്റമെന്ന് ആദ്യം പറഞ്ഞത് ഒരു മന്ത്രിയല്ലേ. നമ്മൾ ഈ സംഭവ പരമ്പരകളുടെ ഈ 9 വർഷത്തെ ഇവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നതിൽ പൊങ്ങി വരുന്നത്. അവസാനത്തെ ഒന്നുകൂടെ പറയാം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകത്തെ കിടന്നിട്ട് എത്ര ഇപ്പൊ യാഥാർത്ഥ്യമായില്ലേ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ചൊരു സാധനം, അതിപ്പോൾ ഇവർ ഭരിച്ചില്ലെങ്കിൽ ആര് ഭരിച്ചാലും അതൊക്കെ തന്നെ വരും. ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെ വരും. ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയുടെ എത്ര കാര്യങ്ങൾ പറയാനുണ്ട് മീര? അത് മീര പറ. ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയുടെ എത്ര കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടാണോ പിണറായി വിജയൻ ഭരിക്കുന്നതെന്നാണ് ഇവരുടെ കക്ഷി മന്ത്രിസഭയിൽ ഈ കൂടെയുള്ളവർ ചോദിച്ചിരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ആയിട്ടാണോ ഭരിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇത്രയും കാറുകളുടെ അകമ്പടി, ഇത്രയും പേരുടെ, ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കുള്ളതാണോ? ഒരു മന്ത്രിക്ക് ചേർന്നതാണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഉദാഹരണം എടുത്ത് പറയാറുണ്ട്, VS-നെയും ഉമ്മൻചാണ്ടിനെയും ഒക്കെ പറയാറുണ്ട്. പക്ഷെ അവരത് അങ്ങനെ ഒരാള്, ഇപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. എന്ത് പ്രശ്നം? അദ്ദേഹത്തിന് അത്രയും ആരോഗ്യ പ്രശ്നമാണ്. അദ്ദേഹം പണി മതിയാക്കി കൊടുത്തിട്ട് അദ്ദേഹം ഇറങ്ങി പോകണം. അദ്ദേഹം വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം. അല്ലാതെ ഇങ്ങനെ ഞാൻ തന്നെ എന്നും കുന്നും ഭരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ക്ലീഷയാവും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയാത്തത്. പൂരം കളിക്കിയ വിഷയം ഉണ്ടായി, അത് എവിടം വരെ പോയി? അവസാനം ഭരണം തീരാറായപ്പോൾ അജിത് കുമാറിന്റെ കാക്കി നഷ്ടപ്പെട്ട അദ്ദേഹത്തിനെ എക്സൈസ് വകുപ്പിലോട്ട് മാറ്റിയ, ശബരിമലയിൽ അദ്ദേഹം തീർത്ഥാടനം നടത്തിയപ്പോൾ ഇപ്പൊ വന്നിരിക്കുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു DGP അദ്ദേഹം പറഞ്ഞു മതി പോലീസിലെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതെന്തുകൊണ്ട് റവാഡയെ കൊണ്ട് ചെയ്യിപ്പിച്ചു?
മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുവരെ ഒരു ഇലയനക്കാൻ അദ്ദേഹത്തിന് മേൽ പറ്റിയോ? റവാഡ അജിത് കുമാറിനെക്കാളും മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളിലും കേന്ദ്രവുമായുള്ള ഇടപാടുകൾ തീർത്തു കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അജിത് കുമാർ അപ്പോൾ ഒന്നും അല്ലാതാവും. അതുകൊണ്ടാണ് റവാഡയെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാക്കി മാറ്റിച്ച് എക്സൈസിലോട്ട് കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിലിരിക്കുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ഈ റവാഡയെ വിട്ടു പോകാനും പറ്റില്ല. റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്ന DGPയെ കൊണ്ടിരുത്തിരിക്കുന്ന പ്രസ്ഥാനത്തെ മറന്നുകൊണ്ടാണോ CPM? ഞാൻ പറയട്ടെ, അത് മുഖ്യമന്ത്രി സർക്കാർ തീരുമാനമാണ്. അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് തന്നെയാ ശരി, അത് സർക്കാരാണ് അപ്പൊ തീരുമാനിക്കുന്നത്. സർക്കാർ എന്ന് പറയുന്നത് എടോ എത്ര പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയിൽ 5 പേരെ വെടിവെച്ചു കൊന്നു എന്ന് പറയും, അതൊരു ചെറിയ കാര്യമാണോ? അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അന്ന് അത് മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സെലക്ട് ചെയ്തെങ്കിൽ അത് അങ്ങനെ ഒരു വേറെ അഭിപ്രായങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ, ഒരു വിരോധമായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ടും നിഷ്പക്ഷമായി തീരുമാനിച്ചെന്ന് കരുതിക്കൂടെ? ഇവർക്കും രാഷ്ട്രീയം കുത്തിക്കയറ്റേണ്ട ആവശ്യമുണ്ടോ? ഇവർക്ക് മുമ്പേ ഇവിടെ CPM മുഖ്യമന്ത്രിമാരൊക്കെ ഭരിച്ചിട്ടുണ്ട്. നയനാര് പറഞ്ഞൊരു സംഭാഷണ ശകലമുണ്ട്. എടോ, പാർട്ടിയാണോ വലുത്? പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു പണിയാണോ മന്ത്രിപ്പണി? അല്ലാതെ മന്ത്രിപ്പണിക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. പാർട്ടി പണി മതിയാക്കി തിരിച്ചു വാടോ എന്ന് സെക്രട്ടറി ഇതിനനുകൂലിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി. സെക്രട്ടറിക്ക് പേടി. സെക്രട്ടറിയൊക്കെ ഒരു CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലേ അത് ഇരുന്നത് ആരൊക്കെയെന്ന് അറിയാലോ. ചടയം ഗോവിന്ദനെ പോലെയൊക്കെയുള്ള പിന്നെ VS അച്യുതാനന്ദനെ പോലെയൊക്കെയുള്ള എത്രയോ വലിയ വലിയ നേതാക്കൾ ഇരുന്നതാ. അല്ലാതെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തിയായി നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ല ഈ പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പറയുന്ന രീതിയിൽ ഇടത് പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ ഓരോന്ന് അവർ ചെയ്യുന്നത് വീണ്ടും ഒരിക്കൽ കൂടെ പിണറായി സർക്കാർ വരും, പിണറായി സർക്കാരിനെ ഭരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചുമ്മാ ഇങ്ങനെ ജനത്തിന്റെ മനസ്സിലേക്ക് വീണ്ടും എന്തിനാണ് ഇങ്ങനെ ഇളക്കി വിടേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് അവരുടെ സോഷ്യൽ മീഡിയ മുഖ്യധാര പോട്ടെ, അത് ചെയ്യുന്നു എന്ന് നമുക്ക് തെളിയിക്കാനൊന്നുമില്ല. സമൂഹ മാധ്യമങ്ങൾ എടുക്കുക, അവരുടെ സൈബർ പോരാളികൾ ഒട്ടും ക്ഷീണിതരായിട്ടുള്ള ആളുകളല്ല. അവർ അതിൻ്റെ പുറത്തും പണികൾ എടുക്കുന്നുണ്ട്. നികേഷ് കുമാറിനെ പോലെ വലിയൊരു മാധ്യമ പ്രവർത്തകനെ കംപ്ലീറ്റ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട പണികൾ അവരെടുപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത്. അപ്പം ഇങ്ങനെ കുറേ പുതുമുഖങ്ങളൊക്കെ ഇറക്കിയാലോ, കുറേ പുതിയ പേരുകൾ പറഞ്ഞാലോ, അടുത്ത ഇലക്ഷൻ ഇപ്പോൾ ഇവരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നത്. പുതുമുഖങ്ങളെ കൊണ്ടുവന്നാൽ ഉണ്ടാക്കി വെച്ച തെറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും മറക്കുന്നുണ്ടോ? പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നു, ഇലക്ഷൻ ഒരു കണ്ണിപ്പൊഴിയിടാനായിട്ട് കുറേ വേറെ എല്ലാ കാര്യങ്ങളും എല്ലാവരും മറക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് സംഭവം കഴിഞ്ഞത് പാലോട് രവിയെ മാറ്റി ശക്തനെ DCC പ്രസിഡന്റ് ആയി കൊണ്ടുവന്നില്ലേ? അതും ഒരു മാറ്റമല്ലേ? അതുപോലെ ഒരു മാറ്റമാണ് ഇതും. അങ്ങനെ പുതുമുഖങ്ങൾ വരണ്ടേ? അല്ല, പുതുമുഖങ്ങൾ വരേണ്ടത് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ പുതുമുഖങ്ങളെ കൊണ്ടുവരണം എന്നുള്ളത് പാർട്ടി ഞാൻ ചോദിക്കുന്ന പുതുമുഖങ്ങളെ കൊണ്ടുവന്നത് കൊണ്ടോ പുതിയ മുഖങ്ങളെ നിർത്തിയത് കൊണ്ടോ ഇവർ ചെയ്തതൊക്കെ തേച്ചും മാച്ചും ഒക്കെ കളയാൻ പറ്റുമോ? ഈ നമ്മളീ പറഞ്ഞ പോലെ പറയാൻ വീണ്ടും ക്ലീഷയായിട്ട് ഇവർ ചെയ്ത തെറ്റുകൾ അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ മുന്നോട്ട് വയ്ക്കാം. പാലോട് രവിയുടെ ഫോൺ കോൾ സന്ദേശം, അത് മറയ്ക്കാനോ അല്ലെ അന്വേഷണ വിധേയമായിട്ടൊരു മാറ്റം അവിടെ പുതിയൊരു DCC പ്രസിഡന്റ് വന്നു. അതിന് പിന്നാലെ വന്ന DCC പ്രസിഡന്റുമാർക്കൊക്കെ പ്രായക്കൂടുതലുകളുണ്ട്. കോൺഗ്രസ് ജനാധിപത്യം കൂടിയ പാർട്ടിയാണ്, CPM ജനാധിപത്യം കുറഞ്ഞ പാർട്ടിയാണ്. CPMന് ജനാധിപത്യം കുറവാണ്. CPM ജനാധിപത്യം കുറവുള്ള പാർട്ടി ആയതുകൊണ്ടാണ് അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ പാർട്ടിയിൽ എന്ത് തെറ്റ് കാണിക്കുന്നവരെയും ചെവി തൂക്കെടുത്ത് വെളികളയുകയും അങ്ങനെ വെളി കളഞ്ഞിട്ടില്ല, ഇപ്പോഴും അന്വേഷണ വിധേയമായിട്ട് മാറ്റിയിട്ടല്ലേ ഉള്ളൂ. അല്ല, അന്വേഷണ വിധേയമായിട്ട് ഏതിൻ്റെ ഈ പാലോട് രവി കേസം അത് കോൺഗ്രസ് അല്ലേ? ഇവിടെ ജനാധിപത്യം, അവർക്ക് ജനാധിപത്യം ആവശ്യം പോലെ ഉണ്ട്. അത് ചീറ്റിംഗ് അല്ലേ? പാലോട് രവിയെ ഈ പറയുന്ന പാർട്ടിയുടെ VD സതീശൻ അടങ്ങിയ മുഖങ്ങൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പാലോട് രവിയെ മാറ്റണം. ജനഗണമന തെറ്റിച്ച് പാടിയ ഒരാളാണ് അദ്ദേഹത്തിനെ മാറ്റേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് പാലോട് രവിയെ ഫോൺ കോള് 3 മാസം മുമ്പ് സംസാരിച്ച മാർച്ച് മാസത്തിൽ സംസാരിച്ച ഒരു ഫോൺ കോൾ ടാപ്പ് ചെയ്തിട്ട് അതിനെടുത്ത് മുഖ്യധാര മാധ്യമങ്ങളിൽ കൊടുത്ത് അതാണ് വലിയ കാര്യം. അങ്ങനെയൊന്നും അല്ലല്ലോ. CPMൽ അങ്ങനെയൊന്നും അല്ല വരുന്നത്. CPMനകത്ത് ഇപ്പം മീര പറഞ്ഞതുപോലെ MB രാഘവനെ പോലുള്ളൊരു വലിയ നേതാവിൻ്റെ മകനെ അവരുടെ പിന്നെ സൈബർ വർക്കുകൾക്കായിട്ട് ഏൽപ്പിച്ചു. അവർ കൊണ്ടുവന്നു പുതിയ പ്ലാറ്റ്ഫോം. അതൊരെണ്ണം മാത്രമല്ല, അവരിങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകൾ, ഇങ്ങനെ സ്ഥാനാർത്ഥികൾ വരുന്നു, അവർ ഇടത് വീണ്ടും ഭരണത്തിൽ വരും, ആ സർവേ പറയുന്നു, ഈ സർവേ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ 9 കൊല്ലം തുടർച്ചയായി കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ തുടർഭരണം വന്നതിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥർ കാണിച്ചു വെച്ചിരിക്കുന്ന കെടുകാര്യസ്ഥതയുടെ കണക്ക് നമുക്ക് എണ്ണിപ്പറഞ്ഞാൽ തീരൂല. ഈ വീണ ജോർജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുലം താഴെ പോയത്? എന്തുകൊണ്ടാണ് പോയത്? ഉദ്യോഗസ്ഥരാ ഭരിക്കുന്നത്. സിസ്റ്റത്തിന് വീഴ്ച പറ്റി എന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നത് മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പില് ആ മന്ത്രിക്ക് ആ സിസ്റ്റം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ മന്ത്രിക്കല്ലേ പ്രശ്നം, അവിടെ പാർട്ടിക്ക് പ്രശ്നമുണ്ടോ? അപ്പൊ പാർട്ടിയല്ലേ ഈ മന്ത്രിയാക്കിയത്? അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ പറയണം. പാർട്ടിയെ പറയാനായിട്ട് MV ഗോവിന്ദൻ അത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം.
അതാണ് നമ്മൾ പറഞ്ഞത്. പാർട്ടിയുടെ പരാജയം, പ്രസ്ഥാനമേ പരാജയം, മന്ത്രിസഭയെ പരാജയം. ഈ സുധാകരൻ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, സുധാകരൻ, പഴയ മന്ത്രി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പിൽ താൻ വരുന്ന സമയത്ത് ഇവിടെ കുത്തഴിഞ്ഞു കിടന്ന് ആ മന്ത്രി ജയിലിൽ പോയി. പൊതുമരാമത്ത് വകുപ്പിന്റെ ഈ പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ എന്ത് ഉണ്ടയാണ് ചെയ്തത് ഇപ്പം ചോദിച്ചിട്ടുണ്ട്, സുധാകരൻ ചോദിച്ചിട്ടുണ്ട്. ഇത്ര പാലങ്ങൾ, 100 പാലങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കിലുണ്ടായിരുന്നത്. റിയാസ് അത് സാധിച്ചു. എന്ത് റിയാസ് സാധിച്ചു? റിയാസിന് എന്താ അടുത്ത ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. റിയാസിനെയും പുകഴ്ത്താനായിട്ട് ഇവിടുത്തെ വേറെ കുറെ മാധ്യമങ്ങൾ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? സുധാകരൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ, നിങ്ങൾ കഴമ്പുള്ള എത്ര നേതാക്കളെ പുതുതായി ഇവിടെ ദിവസം ഫേസ്ബുക്കിൽ തന്നെ കണ്ട കണ്ണൂർ തന്നെ എത്രയാ പാലങ്ങൾ ഉദ്ഘാടനം ഒരു ദിവസം കഴിഞ്ഞു. അതൊക്കെ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ചെയ്തതല്ലേ? പൊളിഞ്ഞു വീണപ്പോ അല്ലെന്ന് പറഞ്ഞു പോയ ടീമല്ലേ? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇപ്പൊ സുധാകരൻ പറഞ്ഞൊരു പോയിന്റിൽ തന്നെ ഊന്നിക്കൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഒരു കാമ്പുള്ള നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലയളവിൽ പറ്റിയിട്ടുണ്ടോ? കാലയളവിൽ പറ്റിയത് കൊണ്ടാണ് രണ്ടാമതും വന്നത്. അത് ഇനിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അവരുടെ സൈബർ പ്ലാറ്റ്ഫോം ഇപ്പൊ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഇതൊക്കെ കാണേണ്ടവർ കാണുന്നുണ്ട്, കാണേണ്ടവർ കാണേണ്ട രീതിയിൽ കാണുക തന്നെ ചെയ്യും, അതിനവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ വോട്ടായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പിസമാണ് അവരുടെ വിജയത്തിൻ്റെ കാരണം. അവരെ ഗ്രൂപ്പിസം കളിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം മീര പറഞ്ഞ പോലെ ഇവർ ഭരണത്തിൽ വന്നാലേ കൊള്ളാവൂ എന്നൊരു തോന്നൽ ഇതുവരെ അവർ ചെയ്തതൊക്കെ കണ്ണടച്ച് മറക്കുന്നു എന്നുണ്ടെങ്കിൽ അവർ ജയിപ്പിക്കട്ടെ, ഇവർ വീണ്ടും ഭരണത്തിൽ വരട്ടെ. സഹിക്കേണ്ടത് തലയിൽ ചുമക്കേണ്ടത് നമ്മുടെ വിധിയാണെന്ന് കരുതും.